ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫേസ്ബുക്കിൽ നിന്ന് എങ്ങനെ ആഡ്സ് ഓൺ റീൽസ് വഴി എങ്ങനെ നമുക്ക് എമൗണ്ട് ഉണ്ടാക്കാം, നമുക്ക് വരുമാനം ഉണ്ടാക്കാം എന്നുള്ളൊരു ടോപ്പിക്കുമായിട്ടാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റെല്ലാവർക്കും. അപ്പോൾ ആഡ്സ് ഓൺ റീൽസ്, ഇൻസ്ട്രീം ആഡ്സ്, പെർഫോമൻസ് ബോണസ്, സ്റ്റാർ, ഈ മോണിറ്റൈസേഷൻ ടൂൾസ് വഴിയെല്ലാം നമുക്കത് എമൗണ്ട് അത്യാവശ്യം വരുമാനം ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ആഡ്സ് ഓൺ റീൽസ് ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ആഡ്സ് ഓൺ റീൽസ് എന്ന് പറയുന്നത് ഷോർട്ട് വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കുക എന്നാണ്. 1 മിനിറ്റ് 30 സെക്കൻഡാണ് മാക്സിമം ഇതിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പോൾ 1 മിനിറ്റ് വീഡിയോ ആയാലും 30 സെക്കൻഡ്, 1 മിനിറ്റ് 30 സെക്കൻഡ്, 1 മിനിറ്റ് വീഡിയോ ആയാലും നമുക്ക് കുഴപ്പമില്ല അപ്ലോഡ് ചെയ്യാൻ. അതിൻ്റെ മേലോട്ടാണെന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് 30 സെക്കൻഡ് മേലോട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. ആഡ്സ് ഓൺ റീൽസ് വഴി നമുക്ക് നല്ല ഏണിങ്സ് എല്ലാ മാസം ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ അത് എങ്ങനെയാണ് എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ആഡ്സ് ഓൺ റീൽസ് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടിരിക്കണം. 1 വീക്ക് ഡെയിലി 3 വീഡിയോ വെച്ചിട്ട് 1 വീക്ക് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ഇൻവിറ്റേഷൻ കിട്ടുന്നതായിരിക്കും. നമ്മൾ ഈ ഒരു പേജ് ആണെന്നുണ്ടെങ്കിൽ, പ്രൊഫൈലാണെന്നുണ്ടെങ്കിൽ നമ്മൾ മോണിറ്റൈസേഷൻ എന്നുള്ള ഈ പ്രൊഫഷണൽ ബോർഡ് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ള ടൂൾസ് നോട്ട് യെറ്റ് എലിജിബിൾ എന്നുള്ളത് കാണാൻ കഴിയും. അതിൻ്റെ അടിയിൽ ഒരു ടൂൾസും എനിക്ക് ഈ ഒരു പേജിൽ കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇതിൽ സ്റ്റാർ, ആഡ്സ് ഓൺ റീൽസ്, ബോണസ്, ലൈവ് ആഡ്സ്, ഇൻസ്ട്രീം ആഡ്സ്, സബ്സ്ക്രിപ്ഷൻ ഇതെല്ലാം ഉണ്ട്. നമുക്ക് ആഡ്സ് ഓൺ റീൽസ് മാത്രമാണ് ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ ആഡ്സ് ഓൺ റീൽസ് എങ്ങനെ നമുക്ക് ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്. ഇത് പ്രത്യേകിച്ചൊരു ക്രൈറ്റീരിയ ഒന്നുമില്ല. അതൊരു ഇൻവിറ്റേഷൻ പ്രോഗ്രാമാണ്. ഇൻവിറ്റേഷൻ പ്രോഗ്രാം ഫേസ്ബുക്ക് നമുക്ക് ഓട്ടോമാറ്റിക് നമുക്ക് ഇൻവിറ്റേഷൻ തരുന്നതാണ്. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന, ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഫേസ്ബുക്ക് നമുക്ക് ഇൻവിറ്റേഷൻ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ആരോ മാർക്ക്, ആഡ്സ് ഓൺ റീൽസിൻ്റെ ഒരു ആരോ മാർക്ക് കാണുന്നുണ്ട്. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. അപ്പോൾ നിങ്ങൾ ഡെയിലി 3 വീഡിയോ വെച്ചിട്ട് ഒരു ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒറിജിനൽ വീഡിയോ ആയിരിക്കണം. മറ്റുള്ള വീഡിയോ എന്നുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് മറ്റുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് അപ്രൂവൽ കിട്ടില്ല. ഒറിജിനൽ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഡെയിലി 3 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് ഒരു ആഴ്ച 7 ഡേയ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതിന് ഇൻവിറ്റേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഭാഗം കിട്ടും. അതിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയൻ്റെ അടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഐ ആം ഇൻട്രസ്റ്റഡ് എന്നുള്ള ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് നമ്മൾ ജസ്റ്റ് ഇൻട്രസ്റ്റ് ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് ഇൻട്രസ്റ്റ് എന്നുള്ള ബട്ടൺ അമർത്തി കൊടുത്തു കഴിയുക. അപ്പോൾ താങ്ക്സ് ഫോർ ദ ഷെയറിങ് ദ ഇൻട്രസ്റ്റിംഗ് ഇൻ ദിസ് പ്രോഗ്രാം എന്ന് കാണിക്കും. അപ്പോൾ നമ്മളൊരു നമുക്ക് ഇതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും നമ്മൾ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നമ്മൾ ഇതിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ളത് ഫേസ്ബുക്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അവരത് നമ്മൾ വീഡിയോ എങ്ങനെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു, നമ്മൾ എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നു എന്നത് വെച്ചിട്ടായിരിക്കും നമുക്ക് ഇൻവിറ്റേഷൻ തരിക. അതിൽ ഒരുവിധം എല്ലാവർക്കും ഡെയിലി 3 വീഡിയോ വെച്ചിട്ട് 7 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഒറിജിനൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 99% നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻവിറ്റേഷൻ ലഭിക്കുന്നതായിരിക്കും. അതിനൊരു പ്രത്യേകിച്ച് ക്രൈറ്റീരിയ, നിങ്ങൾക്ക് ഇത്ര ഫോളോവർ വേണമെന്നോ നിങ്ങൾക്ക് ഇത്ര വാച്ച് അവർ വേണമെന്നോ അങ്ങനെ ഒരു ലിമിറ്റുമില്ല. 0 ഫോളോവർ ആണെങ്കിലും 100 ഫോളോവർ ആണെന്നുണ്ടെങ്കിലും 500 ഫോളോവർ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ഇൻവിറ്റേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻവിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ സെറ്റപ്പ് ഭാഗം എന്നുള്ളൊരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളെ ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്ന് തന്നെ ഇതിൽ ഈ ഒരു റീൽസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് ഇൻട്രസ്റ്റഡ് കൊടുത്തിട്ട് നിങ്ങൾ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ എല്ലാവർക്കും ശ്രമിക്കുക. കാരണം വളരെ ഈസിയാണ്. മറ്റുള്ള പോലെ തന്നെ ലോങ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യേണ്ട. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻവിറ്റേഷൻ സ്ഥിരമായിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. ഇനി ആഡ്സ് ഓൺ റീൽസ് കിട്ടിക്കഴിഞ്ഞിട്ടുള്ളൊരു പേജിൻ്റെ വിൻഡോ ആണിത്. നമുക്ക് എങ്ങനെ ആഡ്സ് ഓൺ റീൽസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വിൻഡോ ഇങ്ങനെ ആയിട്ടുണ്ടായിരിക്കും. നമ്മളിപ്പോൾ പ്രൊഫഷണൽ മോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെർഫോമൻസൊക്കെ കാണാൻ കഴിയും. അതിൽ പ്രീവിയസ് ആയിട്ടുള്ള 90 ഡേയ്സിൽ നമുക്ക് റീച്ച് കാണാൻ കഴിയും. അതുപോലെ തന്നെ എത്രത്തോളം ഫോളോവേഴ്സ് നമുക്ക് കിട്ടി, 3 സെക്കൻഡ് വീഡിയോസിൽ എത്ര ആളുകൾ കണ്ടു, നമ്മളെ വരുമാനം എത്ര. ഇതൊരു 1 വീക്കിൻ്റെ
ഏകദേശം ഒരു ഫിഗറാണിത്. ഒരാഴ്ച കൊണ്ട് എനിക്ക് $1.7 നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. അത് സ്ഥിരമായിട്ട് നല്ലോണം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവർക്ക് ഇതിലും കൂടുതൽ നല്ല ഏണിങ്സ് തന്നെ ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഇതാണ് ഒരു പ്രൊഫൈൽ ആയിക്കോട്ടെ, ഒരു പേജ് ആയിക്കോട്ടെ, നമ്മുടെ ആഡ്സ് ഓൺ റീൽസ് ഓണായി കഴിഞ്ഞാൽ കാണുന്ന ഒരു വിൻഡോ. അപ്പോൾ ഇത് എല്ലാവരും ഇതുപോലെ വീഡിയോസ്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ വീഡിയോസ് ഇടാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഒരാഴ്ച കൊണ്ട് ഇതിൻ്റെ സെറ്റപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു മോണിറ്റൈസേഷൻ ഭാഗം നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. മോണിറ്റൈസേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് യുവർ ടൂൾസ് കാണാൻ പറ്റുന്നുണ്ട്. അതിൽ യുവർ ടൂൾസിൽ എനിക്ക് ഇതിൽ കിട്ടിയ ടൂൾസുകളാണത്. പിന്നെ ഇൻസ്ട്രീം ആഡ്സ് റിവ്യൂയിലാണുള്ളത്. അപ്പോൾ ആഡ്സ് ഓൺ റീൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ $1.7 നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്കൊരു റീൽസ് ഓണായ ഒരു പേജോ പ്രൊഫൈലിൻ്റെ വിൻഡോ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ആഡ്സ് ഓൺ റീൽസിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഡെയിലി 3 വീഡിയോസ് വെച്ചിട്ട് 7 days അപ്ലോഡ് ചെയ്യുക. നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ ഇൻവിറ്റേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇൻവിറ്റേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സെറ്റപ്പ് ഓപ്ഷൻ കിട്ടും. അതിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്ന് തന്നെ നിങ്ങൾ ഇനി ഇടാൻ പോകുന്ന വീഡിയോസിന്, നിങ്ങൾ ഇതുവരെ 8 വീഡിയോസിനും ആഡ്സ് കണ്ടിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഏണിങ്സ് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലെ തന്നെ ഫേസ്ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും ഇതിൽ വരുന്നതായിരിക്കും. ഫേസ്ബുക്കിലൂടെ എങ്ങനെ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാം, ഫേസ്ബുക്കിൻ്റെ മറ്റുള്ള കണ്ടൻറ്റ് ആൻഡ് പോളിസി വയലേഷൻസ് നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാം, അതിനോട് സംബന്ധമായിട്ടുള്ള എല്ലാ വീഡിയോസും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. താങ്ക് യു.